നമ്മൾ അനാഥരാണിട്ടോ, പക്ഷേ ഗുണ്ടകളല്ല. എന്തിനാടോ കൊന്നിട്ട്? എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ജാനകി വി വിദ്യാധരൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതാണ് നമ്മുടെ JSK. Sorry to interrupt. CC number 233/23. Yes, it's really shocking that Advocate David Abel Donovan is the lawyer for the defense. ഞാൻ ചെയ്യുന്നത് വക്കീൽ പണിയാണ്. വിസ്താരം കോടതിക്കുള്ളിലാണ്. കയ്യടി മൊത്തം എനിക്കാണ്. ഒറ്റയ്ക്ക് വരുമ്പോ പവർ കുറച്ച് കൂടും സാറേ. പക്ഷെ ബാക്കിയെല്ലാം ഭയങ്കര ടെക്നിക്കലി വെരി 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 പുവർ ക്വാളിറ്റി. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ചില സമയത്ത് ഇത് സീരിയൽ പോലെയുണ്ട്, ചില സമയത്ത് ഷോർട്ട് ഫിലിം പോലെ. നീ എന്നെ പറയുന്നു. പിന്നെ പെർഫോമൻസസിന്റെ പ്രശ്നമുണ്ട്. കാരണം ഇതില് സുരേഷ് ഗോപി വരുന്ന സമയത്ത് മാത്രമേ ഇതൊരു സിനിമയാണെന്ന് ഫീൽ ചെയ്യുന്നുള്ളൂ. നമ്മൾ അനാഥരണ്ണ ഗുണ്ടകളല്ല, എന്തിനാടോ കൊന്നിട്ട്? ഇദ്ദേഹം ഉണ്ട് ഈ പടത്തിൽ, മാധവ് സുരേഷ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇദ്ദേഹത്തിന് മാധവ് സുരേഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് മുമ്പേ ഷൂട്ട് ചെയ്ത പടാം. പക്ഷെ എന്നോലും ഇതേ ഇന്റർവ്യൂവിലും മറ്റേ ഒക്കെ പറയുന്ന പോലത്തെ എന്തിനാടോ കൊന്നിട്ട്? ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നേ? പിന്നല്ലാതെ ഇടത്താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി. അതാണോ സിനിമ? മാധവ് സുരേഷിന്റെ ഡയലോഗ് ഡെലിവറിയാണ്: സത്യം ചെയ്യിക്കുന്ന സ്ഥലമല്ലേ കോടതി, എന്തിനാട്ടോ കൊന്നിട്ട്? നമ്മൾ അനാഥരണ്ണോ, പക്ഷേ ഗുണ്ടകളല്ല. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ വക ഇങ്ങനത്തെ പരിപാടികളുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരണ്ണോ, പക്ഷേ ഗുണ്ടകളല്ല. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരണ്ണ്, പക്ഷേ ഗുണ്ടകളല്ലോ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരണ്ണു, പക്ഷേ ഗുണ്ടകളല്ലോ. ഇതുപോലത്തെ ഒരു കോമഡി പീസ്.